ഇത് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികൾ ചോദിച്ച് ചേച്ചി ഇത് മന്തിയാക്കുമെന്ന്. നമ്മൾ ഇതിന് മുന്നേ മന്തി ആക്കിയിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളിതിന് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ ഏറ്റവും നല്ലത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവേ. അരച്ചിട്ട് ഇതാണ് നമ്മുടെ മന്തിയുടെ മസാല കേട്ടോ. ഇത് തേച്ച് വെച്ച് ഒരു മണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം വറുത്തെടുക്കാൻ പോവാണേ. എല്ലാം ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണേ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത് ഉണക്കനാരങ്ങ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂട്ടി ഇളക്കിയിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസെല്ലാം ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഈ ചോറ് വെക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഒരു 70% വെന്താൽ മതി. ബാക്കി ദമ്മിടുമ്പം വെന്തോളും കേട്ടോ. റൈസും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേവി റെഡിയാക്കണേ. അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കവും സവാളയും കൂടി നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ വറുത്ത കുറച്ച് എണ്ണ വേണം. ആ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ കേട്ടോ. അതിന് നമ്മുടെ ഏകദേശം ഈ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രേവിയിലോട്ട്. നമ്മൾ ദമ്മിടാൻ വേണ്ടി കുറച്ച് പച്ചമുളക് വേണം നമുക്ക്. പിന്നെ ഞാനിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ദമ്മിടുമ്പം ഇതെല്ലാം ലെയറായിട്ട് നമ്മൾ ഇട്ടിട്ട് ഈ പച്ചമുളക് കൂടി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞളിൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചെടുക്കണം. ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി ഇട്ട് ചെറുതായിട്ടൊന്ന് കളറിന് വേണ്ടി മാത്രം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സ്മോക്കി ഫ്ലേവർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതെല്ലാം എടുക്കുന്നത്. ഇത് ഞാൻ എടുക്കുന്നത് റൈസ് എല്ലാം കൂടി നമ്മൾ പതുക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അടിയിലുള്ള ആ പീസെല്ലാം എടുത്ത് പുറത്ത് വെക്കും. അത് എന്നിട്ട് ആ ഗ്രേവിയിൽ കുറച്ച് റൈസ് ഇട്ട് ഇളക്കി വെക്കും കേട്ടോ. അതിനുശേഷം ഞാൻ അറേഞ്ച് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഞാൻ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ ആദ്യം കുറച്ച് വെള്ള റൈസ് ഇടും, അതിനുശേഷം ഗ്രേവി ഉള്ള റൈസ് ഇടും, പിന്നെ അങ്ങനെ റൈസ് ഇട്ടിട്ട് ലാസ്റ്റാണ് ഞാൻ ആ ഒരു പീസെല്ലാം കൂടി ഇടുന്നത് കേട്ടോ. ഇത് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും വൈഫേ നല്ല അടിപൊളിയായിട്ട് മന്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഉഷാറായി, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അവളെന്തായാലും നല്ല അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ.